ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ദ ഹവർ ഓഫ് ട്രൂത്ത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ക്യാരക്ടർ സ്കെച്ച്, ഇങ്ങനെ നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ ഹയസ്റ്റ് മാർക്കിന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ സമ്മറി എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ നമുക്ക് സമ്മറിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ. ഇത് ഒരൊറ്റ ഭാഗമുള്ളൊരു പ്ലേ ആണ്. ദ മെയിൻ ക്യാരക്ടർ ഈസ് റോബർട്ട് ബാൾവിൻ. ഇതിലെ മെയിൻ ക്യാരക്ടർ ആരാണ്? റോബർട്ട് ബാൾവിനാണ്. ദ അതർ ക്യാരക്ടേഴ്സ് ആർ മാർത്ത, ജോൺ, എവി ആൻഡ് ഗ്രഷാമാണ് ഇതിലെ അതർ ക്യാരക്ടേഴ്സ്. റോബർട്ട് ബാൾവിൻ ഈസ് എ ഗുഡ് ക്യാരക്ടർ. റോബർട്ട് ബാൾവിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നല്ലൊരു ക്യാരക്ടറാണ്. ഹീസ് എ ഹോണസ്റ്റ് ആൻഡ് ബോൾഡ്. അദ്ദേഹം ആരായിരുന്നു? നല്ല വിശ്വസ്തനും അതേപോലെ നല്ല ധൈര്യശാലിയുമായിരുന്നു. ഹി ഡിഡിൻ ആക്സെപ്റ്റ് ദ ബ്രൈബ് ഓഫേർഡ് ബൈ ഗ്രഷാം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മറ്റൊരാളിൽ നിന്ന് ഒരിക്കലും ഒരു ക്യാഷ് പോലും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഹി ഡിഡിൻ ആക്സെപ്റ്റ് ചെയ്തില്ല, സ്വീകരിച്ചില്ല ദ ബ്രൈബ്. ബ്രൈബ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി. ഓഫേർഡ് ബൈ ഗ്രഷാം, തൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഗ്രഷാം ഓഫർ ചെയ്ത ആ ബ്രൈബ് ഇദ്ദേഹം ഒരിക്കലും സ്വീകരിച്ചില്ല. ഹിസ് ഫാമിലി പെർസ്വേഡഡ് ഹിം ടു ആക്സെപ്റ്റ് ദ ബ്രൈബ് മണി. പക്ഷേ തൻ്റെ ഫാമിലി പല വഴികളിലൂടെയും അദ്ദേഹത്തെ, അതായത് നമ്മുടെ റോബർട്ട് ബാൾവിനെ ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യാണ്ട് കമ്പൽ ചെയ്തു. പക്ഷേ അദ്ദേഹം ഒരിക്കലും, നമ്മുടെ ബാൾവിൻ ഒരിക്കലും എന്തല്ല ക്യാഷ് ആക്സെപ്റ്റ് ചെയ്തില്ല. ബട്ട് ഹി സ്റ്റുഡ് ഫോർ ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. നമ്മുടെ ബാൾവിൻ എപ്പോഴും എപ്പോഴും സത്യം മാത്രം, അതേപോലെ ജസ്റ്റിസിൻ്റെ കൂടെ മാത്രമാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഹി വാസ് റെഡി ഈവൻ ടു സ്പീക്ക് എഗെയിൻസ്റ്റ് ഗ്രഷാം അറ്റ് ദ കോർട്ട്. അതായത് തൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഗ്രഷാമിനെതിരെ കോർട്ടിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ബാൾവിൻ റെഡിയായില്ല. ഹി നെവർ സപ്പോർട്ട് ഗ്രഷാം ഇൻ ദ ബാങ്ക് കേസ്. പിന്നെ ഈ ബാങ്ക് കേസിൽ, അതായത് ബാങ്കിൻ്റെ തകർച്ച കേസിൽ തൻ്റെ ക്ലോസ് ഫ്രണ്ടിനെ ഒരിക്കലും എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്തില്ല. അറ്റ് ലാസ്റ്റ് ഹി ഗോട്ട് എ ഗുഡ് ജോബ് ആഫ്റ്റർ ഫ്രം മാർഷൽ. അങ്ങനെ ഫൈനലി എന്ത് ചെയ്യാണ്, നമ്മുടെ റോബർട്ട് ബാൾവിൻ നല്ലൊരു ജോലി കിട്ടി. ആരിൽ നിന്ന്? ഓഫേർഡ് ബൈ, അതല്ലെങ്കിൽ ഫ്രം മാർഷൽ. ആ ജോലി എവിടെ നിന്നാണ് ചാൻസ് ആരുണ്ടായി കൊടുത്തത്? മാർഷൽ നിന്നാണ് ചാൻസ് ഉണ്ടായി കൊടുത്തത്. ഇറ്റ് വാസ് എ റിവാർഡ് ടു ഹിസ് ഹോണസ്റ്റ് ക്യാരക്ടർ. ഇതെന്തായിരുന്നു? ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു ക്യാരക്ടറിന് എന്തായിരുന്നു? ഒരു റിവാർഡായിരുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.